എന്താണ് DNS, ഡൊമൈൻ നെയിം സിസ്റ്റം? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും DNS ഇതിനെ കുറിച്ചിട്ട്. അതായത് നമ്മളൊരു സൈറ്റൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ DNS നോട്ട് റെസ്പോണ്ടിങ്, പിന്നെ DNS നമ്മൾ 8.8 എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ DNS എന്ന് പറഞ്ഞാൽ ഡൊമൈൻ നെയിം സിസ്റ്റമാണ്. എന്താണ് ഈ ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറഞ്ഞാൽ? നമ്മുടെ പണ്ടത്തെ ഫോൺ ബുക്കൊക്കെ പോലെ, അതായത് നമ്മുടെ ഫോൺ ബുക്കിൽ എന്താ ഉണ്ടാവണേ, നമ്മുടെ ഒരു പേരുണ്ടെങ്കിൽ അതിൻ്റെ അഗെയിൻസ്റ്റുള്ള നമ്മുടെ നമ്പർ അതിനകത്തുണ്ടാവും എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറാണെന്ന് വിചാരിക്കുക. ഈ കമ്പ്യൂട്ടറിൽ നമ്മൾ www.facebook.com എന്ന് എൻ്റർ ചെയ്യണം. അപ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ ഈ ഒരു ഫേസ്ബുക്കിൻ്റെ സെർവറിലോട്ട് ആ ഒരു റിക്വസ്റ്റ് പോയി. ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ സെർവർ ഇതാണെങ്കിൽ ആ ഫേസ്ബുക്കിൻ്റെ സെർവറിലോട്ട് പോയി തിരിച്ച് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. പക്ഷേ നമ്മൾ ഈ ബ്രൗസറിൽ, ഇപ്പോൾ ക്രോമിലായാലും ഏത് ബ്രൗസറിലായാലും നമ്മൾ facebook.com എന്നടിക്കുമ്പോൾ ഈ അടിക്കുന്ന പേരല്ല നമുക്ക് ഈ സെർവറിലോട്ട് പോകേണ്ടത്. അതായത് ഏതൊരു സൈറ്റിനും അതിൻ്റേതായ ഒരു IP അഡ്രസ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഫേസ്ബുക്കിൻ്റെ IP അഡ്രസ്സ് ഇതാണെന്ന് വയ്ക്കുക. അപ്പോൾ ഈ ഒരു IP അഡ്രസ്സ് വേണം നമുക്ക് ഈ ഒരു സെർവറിലോട്ട് പോകാനും അതിൻ്റെ റിപ്ലൈ വന്ന് നമുക്ക് ഇതിനകത്ത് ആൻസർ കിട്ടാനും. എന്നാൽ നമുക്ക് ഈ IP അഡ്രസ്സ് എല്ലാ ഫേസ്ബുക്കിൻ്റെയും ഗൂഗിളിൻ്റെയും യൂട്യൂബിൻ്റെയും ഇതിൻ്റെയൊക്കെ IP അഡ്രസ്സ് ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കുന്ന കേസല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതിന് പകരമാണ് നമ്മളിത് പേരടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺവേർഷൻ പരിപാടി അവിടെ നടക്കണം. അതായത് ഈ ക്രോമിലടിക്കുന്ന ആ അഡ്രസ്സ്, ആ വെബ്സൈറ്റിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും അതിൻ്റെ അഡ്രസ്സ് നേരെ ഈ ഒരു IP അഡ്രസ്സിലോട്ട് കൺവേർട്ട് ആവണം. എന്നാൽ മാത്രമാണ് അതിന് നേരെ ഈ സെർവറിൽ എത്തിയിട്ട് തിരിച്ച് വരുള്ളൂ. അതായത് എല്ലാ സൈറ്റിനും ഇതുപോലെ ഒരു IP അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഫേസ്ബുക്കിൻ്റെ IP അഡ്രസ്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളിവിടെ ക്രോമിൽ നമ്മൾ എന്താ അടിക്കുന്നത്, www.facebook.com എന്നായിരിക്കും അത് അടിക്കുമ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നോർമലി ക്രോമിൽ തന്നെ ഇതിൻ്റെ DNS ക്യാഷ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി തന്നെ അവിടെ നിന്ന് കിട്ടും. ഈ DNS ക്യാഷ് ക്രോമിൽ വരുന്നതും ഞാൻ വീണ്ടും വേറെ ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം. അപ്പോൾ നോർമലി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കമ്പ്യൂട്ടർ നേരെ, അതായത് ഈ ഒരു ക്രോം ബ്രൗസർ നേരെ ഇതിൻ്റെ DNS സെർവർ, ഏറ്റവും അടുത്തുള്ള DNS സെർവറിലോട്ട് ഒരു പാക്കറ്റ് അയക്കും. അതായത് ഈ ഫേസ്ബുക്കിൻ്റെ ഇതിൻ്റെ IP വേണം, ഈ ഒരു ഫേസ്ബുക്കിൻ്റെ IP വേണമെന്ന് പറഞ്ഞ് DNS സെർവറിലോട്ട് അയക്കും. അപ്പോൾ ഈ DNS സെർവറിൽ ആദ്യം ഏറ്റവും അടുത്തുള്ള അല്ലെങ്കിൽ ഏറ്റവും റീച്ചബിൾ ആയിട്ടുള്ളതിൽ ആദ്യം അയക്കും. അപ്പോൾ ആ DNS സെർവറിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ IP ഉണ്ടെങ്കിൽ ഈ DNS സെർവർ തന്നെ നേരെ റിപ്ലൈ കൊടുക്കും, ഇതാണ് ഇതിൻ്റെ IP എന്ന് പറഞ്ഞിട്ട് ഈ ബ്രൗസറിന് റിപ്ലൈ കൊടുക്കും. എന്നിട്ട് അവിടെ നിന്ന് നേരെ ആ IP ആണ് ഈ ഒരു സെർവറിലോട്ട് പോവുകയും ആ സെർവറിൽ നിന്ന് നേരെ അതിൻ്റെ റിക്വസ്റ്റ് വന്നിട്ട് ഇവിടെ നമുക്ക് ഫേസ്ബുക്ക് കിട്ടുന്നത്. ഇൻ കേസ് ഇത് ആദ്യം അയച്ച DNSലോട്ട് നമുക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ DNS നമുക്ക് എന്ത് ചെയ്യും, അടുത്തുള്ള വേറെ DNSലോട്ട് അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെയാണ് DNS ഇല്ലെങ്കിൽ ആ DNSലോട്ടും അതിൻ്റെ റിക്വസ്റ്റ് പോകും. അപ്പോൾ ഇവിടെ അതായത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിനകത്തൊരു റിക്വസ്റ്റ് പോകും. അപ്പോൾ ഇവിടെയാണ് IP ഉള്ളതെങ്കിലും DNSൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഇതാണ് അതിൻ്റെ IP എന്ന് പറഞ്ഞാൽ, അതായത് ഫേസ്ബുക്കിൻ്റെ IP ഇതാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു DNS, അതായത് ഏതാണോ അടുത്തുള്ള DNS ആ DNSൽ നിന്ന് നമുക്ക് റിക്വസ്റ്റ് തിരിച്ചു വരും. അപ്പോൾ ഈ തിരിച്ചു വരുമ്പോൾ അത് ഈ ഒരു IP ഈ ഒരു ക്രോം ബ്രൗസറിന്, അതായത് ഈ കമ്പ്യൂട്ടറിന് മനസ്സിലാവുകയും അതുപോലെ തന്നെ നേരെ ആ IP, അതായത് ഏതാ സൈറ്റിൻ്റെ അതാത് IP നേരെ ആ ഒരു സെർവറിലേക്ക് അയക്കുകയും ആ സെർവറിൽ നിന്ന് അതിനുള്ള നേരെ നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ച പോലെ ആ പാക്കറ്റ്സ് നേരെ തിരിച്ചു വന്ന് ഏതാണോ കമ്പ്യൂട്ടർ ആ കമ്പ്യൂട്ടറിൽ അതിൻ്റെ റിപ്ലൈ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ്, അതായത് ഈ ഫോൺ ബുക്കിനെ പോലെ തന്നെയാണ് ഈ ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്ന DNS. അതായത് എല്ലാ സൈറ്റുകളുടെയും ആ ഒരു IP അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സംഭവമാണ് ഈ DNS സെർവർ അല്ലെങ്കിൽ DNS എന്ന് പറയുന്നത്. ഈ DNS ISP സൈഡിലുണ്ടാവും, എല്ലാം ഉണ്ടാവും. അതിന് പുറമെ ഇങ്ങനെ ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഈ ക്രോമിന് ഓൾറെഡി ഇതിൻ്റെ DNS കിട്ടി, ഫേസ്ബുക്കിൻ്റെ DNS ഓൾറെഡി ഇതാണെന്ന് പറഞ്ഞ് ക്രോം ബ്രൗസറിന് കിട്ടി. അപ്പോൾ ഇതിനകത്ത് തന്നെ ക്യാഷയിൽ ഓൾറെഡി ഇത് സേവ് ചെയ്തും വെക്കാറുണ്ട്, അതായത് ഈ ഫേസ്ബുക്കിൻ്റെ ഇതാണ് IP അഡ്രസ്സ്. അപ്പോൾ ഈ ഒരു DNSലേക്കുള്ള ആ ഒരു ഓട്ടം കുറഞ്ഞു കിട്ടും, നേരെ തന്നെ അതിന് സെർവറിലേക്ക് പോകും. അതാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതായത് ചില ഗൂഗിളിൻ്റെ സൈറ്റൊക്കെ ഓപ്പൺ ആകുമ്പോൾ ഗൂഗിളിൻ്റെ ചിലപ്പോൾ ഹോം പേജൊക്കെ ഓപ്പൺ ആവാനായിട്ട് നെറ്റ് ഇല്ലെങ്കിൽ തന്നെ ഓപ്പൺ ആവണത് എന്ന് വെച്ചാൽ അത് നേരെ ഈ ഒരു സൈറ്റിൽ ഓൾറെഡി ക്യാഷിൽ സേവ്ഡ് ആയിരിക്കും. ക്യാഷ് പോയാൽ മാത്രമേ ഇത് പോവുള്ളൂ അവിടെ നിന്ന്. അപ്പോൾ ഓൾറെഡി ഇവിടെ ഇരിക്കും. അപ്പോൾ ഈ ഒരു ഓട്ടം കുറക്കാൻ സാധിക്കും. ഒരു പ്രാവശ്യം എടുത്ത സൈറ്റ് രണ്ടാമത് എടുക്കുമ്പോൾ ഓൾറെഡി ഈ ഒരു കമ്പ്യൂട്ടറിൽ തന്നെ അത് ഓൾറെഡി ആ ഒരു ക്യാഷിൽ സേവ്ഡ് ആയിരിക്കും. ഇല്ലാതെ നമ്മളൊരു പുതിയൊരു സൈറ്റാണ് എടുക്കുന്നതെങ്കിൽ അത് നേരെ ഇതിലോട്ട് വരും, അതായത് DNSൽ വന്ന് അതിൻ്റെ IP കളക്ട് ചെയ്ത് നേരെ തിരിച്ച് വീണ്ടും ഈ ഒരു ബ്രൗസറിൽ വരികയും എന്നിട്ടാണ് നേരെ ആ സെർവറിലോട്ടുള്ള യാത്ര ചെയ്യുന്നതും സെർവറിൽ നിന്ന് നേരെ അതിൻ്റെ റിപ്ലൈ കിട്ടി ഇവിടെ നമുക്ക് അതിൻ്റെ റിസൾട്ട് വരുന്നതും. അപ്പോൾ ഈ ഒരു എല്ലാ IP അഡ്രസ്സ്, എല്ലാ വെബ്സൈറ്റിൻ്റെ എല്ലാ സൈറ്റുകളുടെയും ആ ഒരു IP അഡ്രസ്സ്, അതായത് നമ്പേഴ്സ് IP അഡ്രസ്സ് കീപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു DNS സെർവർ എന്ന് പറയുന്നത്. ഇതിനെയാണ് DNS, അതായത് ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്.